മച്ചന്മാരെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചിക്കൻ കറിയും പൊറോട്ടയാണ് കേട്ടോ. നല്ല ഒന്നാം തരം കേട്ടോ. സോണമന്റെ ചിക്കൻ കറിയും പൊറോട്ടയാണ് കേട്ടോ. നല്ല ആഴി പറക്കുന്ന പൊറോട്ടയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതി വരും. അന്നേരം തന്നെ കഴിക്കാൻ തോന്നും. ഞാനത് കഴിച്ചു നോക്കി. നല്ല ഒന്നാം തരം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വേണമല്ലോ ചൂരക്കറി ആയിരുന്നു കേട്ടോ. അത് നേരത്തെ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം കണ്ടു കാണുമല്ലോ. സുഗന്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാളല്ല, നിങ്ങൾക്ക് നേരത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പുള്ളിയുടെ പാചകം എന്ന് പറഞ്ഞാൽ ഒന്നാം തരം പാചകമാണ്. രക്ഷയില്ല. നമുക്ക് പുള്ളിയുടെ ആത്മാർത്ഥം എന്ന് പറഞ്ഞാണല്ലോ, പുള്ളിയുടെ രീതി എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ആള് വന്നിട്ട് പറയണം, സോണം ചേട്ടാ പൊറോട്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞെങ്കിൽ പുള്ളിയുടെ മനസ്സറിയത്തുള്ളൂ. അപ്പൊ അതുപോലെ ഒരു സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ. കഴിക്കുന്ന ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ചേട്ടാ പൊറോട്ട അടിപൊളിയായിരുന്നു, കറി അടിപൊളിയായിരുന്നു, ഇത് കിട്ടുന്ന പുള്ളിക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. ആ മുഖത്തൊരു ചിരി ഉണ്ട് അന്നേരം. അതാണ് കാണേണ്ടത്. ഇതാണ് ചിക്കൻ കറി. ചിക്കൻ കറി എന്ന് വെച്ചാൽ ആവി പറക്കുന്ന എന്നാ ആ എല്ലാം ഇങ്ങോട്ട് എല്ലും മാംസവും എല്ലാം കൂടെ കിടന്ന തീക്കനലിനകത്ത് കിടന്ന് വെന്ത് ഉരുകി കണ്ടാ ഒന്നും എന്റെ പൊന്നെ. ആ ചാറ് അങ്ങോട്ട്, ആ ചാറ് മാത്രം മതി എന്റെ ഇഷ്ടാ പൊറോട്ട കഴിക്കാൻ. പുള്ളിയുടെ സന്തോഷം കണ്ടോ. ഇതാണ് അതുപോലെ നമ്മുടെ ചേട്ടൻ പൊറോട്ട ചേട്ടൻ. പൊറോട്ട ചേട്ടൻ നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ പറയുന്നത് കേട്ടോ. പൊറോട്ട വീഡിയോ എടുക്കും മോനെ, അടുത്ത വീഡിയോക്ക് വരണേ മോനെ. ഈ പുള്ളിക്കാരനും അത് തന്നെ കേട്ടോ. പുള്ളി എല്ലാവരും അതുപോലെ പൊറോട്ട അടിക്കുന്ന ചേച്ചിയും ഈ എല്ലാം നല്ല സഹകരണമായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മളോട് കൂടെ നിൽക്കുന്ന ആൾക്കാരെ. നല്ല ആൾക്കാരാട്ടോ. നമുക്ക് അങ്ങനെ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ടോ പുള്ളി ഇതിനിടയൊക്കെ നമ്മുടെ കൂടെ നിന്നിട്ട് പറഞ്ഞ് മോനെ നീ ചെയ്യടാ, നീ ചെയ്യ, അടുത്ത വീഡിയോക്കും വരണേ എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ നിന്ന് പുള്ളി സഹായിച്ചു. അത് സുവർണനും അതുപോലെ തന്നെ. പുള്ളി കണ്ടോ നമുക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ നേരത്ത് വീണ്ടും നമുക്ക് എടുത്ത് കാണിച്ചു തരും ഈ പൊറോട്ടയുടെ ആ രീതികളൊക്കെ കണ്ടിട്ട് നമുക്ക് കൊതി വരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് പൊറോട്ട പോയാൽ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ പെട്ടെന്ന് കൊതി വന്നു. അതുപോലെ എനിക്ക് കൊതി വന്നു കേട്ടോ. പൊറോട്ട എടുത്തപ്പോ ഈ പൊറോട്ട കഴിക്കാൻ തന്നെ ആഗ്രഹം അന്നേരം ഇത് കണ്ടപ്പോ തന്നെ. ഞാനിപ്പോ പൊറോട്ട അടിക്കുന്നത് നിങ്ങളെ കാണിക്കാം. അതാണ് ഏറ്റവും വലിയ രസം. ഇത് നമ്മൾ സർവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടല്ല നിന്നത് കേട്ടോ. നമ്മുടെ പെങ്ങളുടെ കല്യാണം ആയതുകൊണ്ട് എല്ലാരും നല്ല ഇത് ജോലി ചെയ്തു. അവർ തന്നെ കൃത്യമായിട്ടുള്ള ചൂട് പൊറോട്ട ആയാലും സമയത്ത് ഇന്ന ഷോർട്ടേജ് ഒന്നുമില്ല കേട്ടോ. സാധാരണ എവിടെ ചെന്നാലും ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ 7 മണി 8 മണി ആയി കഴിഞ്ഞാൽ ഒരു പൊറോട്ടയും ചാറൊക്കെ അങ്ങനെ രീതിയായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാവർക്കും ഒരേപോലെ പൊറോട്ടയും കിട്ടി. എല്ലാ സാധനങ്ങളും എത്ര തിരക്കായാലും പൊറോട്ട സോണം ചേട്ടൻ കറക്റ്റ് സമയത്തിന് അടിച്ചു കൊടുത്ത് എന്നുവെച്ചാൽ കഴിക്കുന്ന സമയത്തിന് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെന്ന് കഴിക്കാൻ നിന്നപ്പോൾ അവിടെ ആൾക്കാരായതുകൊണ്ട് ഞാൻ മാറി വെച്ചിട്ട് കഴിച്ച്. അപ്പം ഇതാണ് സംഭവം കണ്ടോ. നല്ല ആ പൊറോട്ട അടിക്കുന്നുണ്ടോ. അത് എടുക്കുമ്പോൾ നൂല് പോലെ വരുന്നുണ്ട്. സോഫ്റ്റ് എന്ന് വെച്ചാൽ സോഫ്റ്റ് ഒന്നാം തരം കൊണ്ടോ. ഇത് കിട്ടി. ഇത് കഴിച്ചില്ല പിന്നെ ഏതവനല്ല മലയാളിയാന്ന് പറയുക. പൊറോട്ട ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ. കണ്ട പൊന്നോനെ ഇതൊക്കെയാണ് പൊറോട്ട. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ആഗ്രഹം തോന്നിയത്. അപ്പൊ പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്നിടത്തോട്ട് പോയി. സെർവ് ചെയ്യുന്നിടത്ത് നമ്മളെ ചേച്ചിയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് ഇരിക്കുന്നത് ചേച്ചിയും മോനും മക്കളും ഇരിക്കുന്നത്. അപ്പൊ അവരെ കണ്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു വേട്ടവളിയും വന്നു. അവരും പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ സെർവ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെയാണിത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. ഓക്കെ ബൈ ടാറ്റാ.